പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കൊല്ലം കുണ്ട്ര കസ്റ്റഡി മർദ്ദന ആരോപണത്തിൽ പോലീസ് വാദം പൊളിയുന്നു. മരിച്ച സിയാദിനെ പോലീസ് മർദ്ദിച്ചെന്ന് സ്ഥിരീകരിച്ച പരാതിക്കാരിയായ പെൺകുട്ടി രംഗത്തെത്തി. കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ശ്രീജിത്താണ് മർദ്ദിച്ചത്. ജീപ്പിൽ കയറ്റിയതിന് പിന്നാലെയായിരുന്നു മർദ്ദനം. സിയാദിനെ മർദ്ദിക്കുമ്പോൾ താനും ജീപ്പിൽ ഉണ്ടായിരുന്നുവെന്ന് പരാതിക്കാരിയായ പെൺകുട്ടി പറഞ്ഞു. കൈയുണ്ട് എവിടെ അടിച്ചു? എവിടെ അടിച്ചു ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അടിക്കുന്ന ഞാൻ കണ്ടതാ. ഞാനും ശ്രീജിത്ത് സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും. വേറെ ആരും ഇല്ല. 12 മണിയായി. മോളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന ആരായിരുന്നു? ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അല്ല, അവിടുന്ന് വണ്ടിക്കകത്ത് പോലീസുകാരൻ ആ സമയത്ത് വനിതാ പോലീസുകാരും കൂടെ വന്നിട്ടില്ല? ഇല്ല. ഓക്കെ. ഈ അതുൽ സാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അതുൽ സാറാണോ വണ്ടി കയറാൻ പറയുന്നത്? ശ്രീജി സാറും കൂടിയാ പറഞ്ഞേ വാ കേറ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കയ്യിരുന്ന എല്ലാം അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വണ്ടി അതുൽ സാർ യൂണിഫോമിലായിരുന്നു? അല്ല, കളറിലായിരുന്നു. ഈ ഇതിനകത്ത് യൂണിഫോം അല്ല, കളറായിരുന്നു. അതുൽ സാറ്, ശ്രീജി സാറ് യൂണിഫോമിലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ മർദ്ദിച്ചതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴെന്തായിരുന്നു സിയാദ് പറഞ്ഞത്? എന്തായിരുന്നു സിയാദ് പറയുന്നത്? അപ്പോഴും സിയാദ് പറയുന്നത് സിയാന് വയ്യാന്നൊരു കാര്യം സിയാദ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നും അങ്ങനെ ഇടിക്കല്ലേ സാർ, അടിക്കുന്ന എന്തിനാണ് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാർ ഇങ്ങനെ പറഞ്ഞു, കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് അവനെവിടെ പോയെന്ന് അറിയാമെങ്കിൽ പറ. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ട് അടിച്ചത്. അതുമല്ല, അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം അവന്റെ പറ്റി അറിഞ്ഞ ഓരോ കാര്യങ്ങൾ സിയാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. പൊതുവെ അവനെ പറ്റി അറിയാവുന്ന എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സിയാന്റെ അടുത്തും ചോദിച്ചത്. പരാതി കൊടുത്ത വിഷമം തോന്നി അതോ? എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവരോട് പോലും സിയാന്റെ പേരും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സിയാനെ അടിക്കണമെന്ന് ഞാൻ ശ്രീ സാറിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ശ്രീ സാർ പറയുന്ന പറഞ്ഞാൽ ഞാൻ അച്ഛനെ അടിക്കരുത്, എന്റെ അച്ഛനെ അടിക്കരുത്, ശ്രീ സാറിനെ അടിക്കണം, അല്ല സിയാനെ അടിക്കണമെന്ന് പറഞ്ഞെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതുപോലെ അവിടെ ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടില്ല. ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? പിന്നീട് ഇല്ല, സിയാനെ അവിടെ കയറ്റിയപ്പോഴേ ഞങ്ങൾ ഇങ്ങ് പോരുന്നു. അപ്പോഴത്തേക്ക് അച്ഛനും ഇവരെല്ലാം അങ്ങോട്ട് ചെന്ന്. ഈ എസ് ഐയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതുൽ സാറിന്റെ ഭാഗത്ത് നിന്ന് എന്റെ മുമ്പിൽ വെച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഈ പരാതി ആർക്കായിരുന്നു അന്ന് കൊടുത്തത്? അതുലിനായിരുന്നോ അതോ ശ്രീജിത്തിന്റെ കയ്യിലാണോ പരാതി കൊടുത്തത്? അതുൽ സാറിന്റെ കയ്യിലായിരുന്നു പരാതി. ഇല്ല, ഞങ്ങൾ പോയ സമയത്തില്ലായിരുന്നു. ഞങ്ങൾ FIR എഴുതിക്കൊണ്ട സമയത്തായിരുന്നു സാർ വന്നത്. ഇവരെ ആരെങ്കിലും മുൻ പരിചയമുണ്ടോ? എനിക്ക് അതുൽ സാറിനെ ഇവിടുത്തെ എന്റെ വല്യച്ഛന്റെ കേസുമായിട്ട് എനിക്കറിയാം. അതുൽ സാറിന്റെ വല്യച്ഛന്റെ കേസുമായിട്ട് ഇതില് കേസിലും സാറായിരിക്കും. ഇല്ല, വിളിച്ചിട്ടൊന്നുമില്ല. അവിടെ ചെന്ന് സാറ് 11 മണിക്ക് എവിടോ കൊല്ലത്തെവിടോ പോയിട്ട് വന്നപ്പോഴേ സാർ എന്നെ കാണുന്നത്. സിയാദിന്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. കൊല്ലം റൂറൽ SP ഷാജി സുഗുണന്റെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് പരാതിക്കാരിയായ പെൺകുട്ടി ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് സിയാദിനെ മർദ്ദിക്കുന്നത് താൻ നേരിൽ കണ്ടു, പോലീസുകാരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. അതായത് താൻ തന്നെ ഇതുമായി ഈ സിയാദിനെ മർദ്ദിക്കണമെന്നൊരു കാരണവശാലും ഉദ്ദേശിച്ചിരുന്നില്ല, പക്ഷേ അതിക്രൂരമായിട്ടുള്ള മർദ്ദനമേൽക്കേണ്ടി വന്നു എന്നാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലുള്ളത്. ഇത് ഈ കേസിൽ അതിനിർണായകമാണ് പെൺകുട്ടിയുടെ മൊഴി. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ടോം, ഇത് ജൂൺ 16-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 13 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ കാണുവാനില്ല എന്ന് കേട്ട് ഒരു പരാതി നമ്മൾ ഈ ദൃശ്യങ്ങൾ കണ്ട പരാതിക്കാരി കുണ്ട്ര പോലീസിൽ കൊടുക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഈ സിയാദിനെ, സമീപവാസിയായ സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. അങ്ങനെ കൊണ്ടുപോയി 17-ാം തീയതി തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. കാരണം കുട്ടിയെ കണ്ടുകിട്ടിയതുകൊണ്ട് 17-ാം തീയതി പറഞ്ഞു വിട്ടപ്പോൾ ഇതിൽ ഈ സിയാദിന്റെ കുടുംബം ആരോപിക്കുന്ന ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം പോലീസ് കസ്റ്റഡിയിൽ കൊണ്ടുവന്ന് അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ്. തുടർന്ന് സിയാദ് തിരുവനന്തപുരം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഒരു 38 ദിവസത്തിന് ശേഷം, അതായത് 24-ാം തീയതി മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സിയാദിന്റെ കുടുംബം ആരോപിച്ച വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പ് മർദ്ദനം, കൊടിയ പീഡനം ഏൽക്കേണ്ടി വന്നു. തുടർന്നാണ് നട്ടെല്ലിന് പഴുപ്പ് ഏറ്റു. അങ്ങനെ ചികിത്സയിൽ ഗുരുതരാവസ്ഥയിലാണ് മരണപ്പെട്ടത് എന്നുള്ള വലിയൊരു ആരോപണവും ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരാതികളാണ് കുടുംബം നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ്
ആഭ്യന്തര വകുപ്പ് ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെടുകയും ഇതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഉള്ളൊരു സമഗ്ര അന്വേഷണത്തിനായി ഉത്തരവിടുകയും ചെയ്തത്. നമുക്കറിയാം, കൊല്ലം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയാണ് ഇതിന്റെ ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ജില്ലാ റൂറൽ SP ആണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് SP ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം റിപ്പോർട്ടുകൾ ശേഖരിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് CCTV ദൃശ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ലോക്കപ്പ് മർദ്ദനങ്ങളൊന്നും തന്നെ നടന്നതായിട്ട് ഉള്ള ഒരു റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിൽ കാണുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് ലോക്കപ്പ് മർദ്ദനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരം, വീട്ടിൽ നിന്നും കൊണ്ടുപോയപ്പോൾ വാഹനത്തിനുള്ളിലിട്ട് അത് ക്രൂരമായി മർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ്. അത് ശരിയാകുന്ന തരത്തിൽ ഉള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ പരാതിക്കാരിയുടെ ഒരു മൊഴിയിൽ തന്നെ വ്യക്തമാകുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് പരാതിക്കാരിയുടെ മൊഴിയാണ്. അവർ തന്നെ പറയുന്നുണ്ട്, എന്റെ അടുത്തിരുത്തിയാണ് ഷിയാദിനെ മർദ്ദിച്ചത്, കോൺസ്റ്റബിളാണ് മർദ്ദിച്ചത് എന്ന് അടക്കം കുട്ടി പറയുകയും ചെയ്തു. അപ്പോൾ പോലീസിൽ നിന്നും വന്ന ഒരു വാദം ലോക്കപ്പ് മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഈ വാഹനത്തിനുള്ളിൽ വെച്ച് വലിയ രീതിയിലുള്ള മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നു എന്നുള്ളതാണ്. അത് ശരിവെക്കുന്ന, അതായത് കുടുംബം ആരോപിക്കുന്ന, കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പരാതിക്കാരുടെ മൊഴിയും പുറത്തു വന്നിരിക്കുന്നത്. ഇത് പോലീസിന് വലിയ രീതിയിൽ ഒരു വെല്ലുവിളിയായി തന്നെ മാറിയിരിക്കുന്നു. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നു, മഞ്ഞപ്പിത്തം അതേ തുടർന്നാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അത് പോലീസിന് ആശ്വാസമാണെങ്കിലും ഈ പരാതിക്കാരിയുടെ മൊഴി അത് പോലീസിന് വലിയ രീതിയിൽ പ്രതിരോധം തീർത്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നു. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ക്രൈംബ്രാഞ്ച് DYSPയാണ് ഈ കേസ് അന്വേഷിക്കുന്നതും. എന്തായാലും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ച് DYSP നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്. എന്തായാലും നിർണായകമാണ് ആ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ. പോലീസുകാർ സിയാദിനെ മർദ്ദിച്ചിരുന്നുവെന്ന പെൺകുട്ടി തുറന്നു പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.